ഞാൻ വെളിയത്താ താമസം. ഞാൻ അമ്പലപ്പുറത്ത് ജാനശീലൻ എന്ന് പറഞ്ഞ ജാനശീലൻ്റെ ഒരു വീടിൻ്റെ പണി തേപ്പ് ഞാൻ എടുത്തായിരുന്നു. എടുത്ത് പണി പൂർത്തിയാക്കി ശേഷം 1000 രൂപ കണക്ക് കൂട്ടിയപ്പോൾ 1000 രൂപ ഞാൻ അങ്ങോട്ട് പുള്ളിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. പുള്ളി എന്നോട് പുള്ളിയോട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പൈസ കൊണ്ട് തരാം എന്ന് പറഞ്ഞ് പുള്ളി കേട്ടില്ല. പുള്ളി ഉടനെ പറഞ്ഞ് സാധനം ഇവിടെ വെച്ചിട്ട് പോയിട്ട് പിന്നെ പൈസ ആയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസം കഴിഞ്ഞ് സാധനം എടുക്കാനായിട്ട് പൈസയായിട്ട് ചെന്നപ്പോൾ എൻ്റെ സാധനങ്ങൾ അങ്ങനെ ഇല്ല. ഞാനിത് മെമ്പറെ വിളിച്ച് അമ്പലപ്പുറത്ത് മെമ്പറോട് സംസാരിപ്പിച്ചായിരുന്നേ. മെമ്പർ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സാധനം ശേലെടുത്ത് പോയി എന്ന് പറഞ്ഞു. മെമ്പർ പറഞ്ഞ് പരാതി കൊടുക്കുക. അങ്ങനെ ഞാൻ കൊട്ടാര സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് അന്ന് അന്വേഷിക്കുകയും കാര്യങ്ങൾ ചെയ്തപ്പം സാധനം ശേലെടുത്ത് പോയിട്ടില്ല അവിടെ. എന്നിട്ട് പിന്നെ ഇപ്പോൾ 2 പേരെയും ആദ്യം വിളിപ്പിച്ചപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് വിളിപ്പിച്ചപ്പം എന്നോട് പറഞ്ഞ് ഇയാൾ കോടതിയിൽ പോകും കേസുമായിട്ട്. ഞാൻ 30,000 രൂപ എനിക്ക് നഷ്ടപരിഹാരമുണ്ട്. ഇത് നഷ്ടപരിഹാരം ഞാൻ കോടതി ഇപ്പോൾ എത്ര രൂപ മുടക്കിയാലും ഞാൻ കോടതി കേസ് പറയാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് SP-ക്ക് ഒരു പരാതി കൊടുത്തായിരുന്നു കൊട്ടാരക്കര. അവിടുന്ന് എനിക്കൊരു നീതി ലഭിക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്യേണ്ടത്? എനിക്കൊരു പണി ചെയ്യാനുള്ളൊരു മാർഗ്ഗം എനിക്കിപ്പോൾ എൻ്റെ പക്കത്തില്ല. കാരണം സാധനങ്ങളും ഇല്ല. പക്ഷെ കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടുമുണ്ട്. എനിക്ക് എങ്ങനെ ഒരു നീതി ലഭിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് ജാനശീലൻ ഒരാളെ വിട്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. എന്നെ കാലും കൈ അടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞ്. എനിക്ക് ആളിനെ കണ്ടാലറിയാം, എവിടെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഭീഷണിയാണ് എനിക്ക് വരുന്നത്. ഞാൻ എവിടെ ചെന്ന് പരാതിപ്പെട്ടാലും എൻ്റെ കാര്യങ്ങൾ ആരും അംഗീകരിക്കുന്നതുമില്ല. എനിക്കൊരു കാര്യത്തിൽ എനിക്കൊരു നീതി ലഭിക്കണം. കാരണം ഞാൻ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഇങ്ങനെ വലിയ കോൺട്രാക്റ്റ് ഒന്നുമല്ല, കൊച്ചു വർക്കെടുത്ത് ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്ക് അല്ലാതെ വേറെ ഇപ്പം ഒരു പണിയെടുത്ത് എടുക്കാനോ എനിക്ക് ഒരു സാധനങ്ങളും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പോലീസുകാരുടെ കൂടെ ഞാനിവിടെ പോയത് ചേതലെടുത്തെന്ന് പറഞ്ഞപ്പം പോയി അവിടെ അന്വേഷിച്ചപ്പം ചേതലെടുത്തതില്ല, ഒന്നുമില്ല. ഈ പുള്ളി വാരി വിറ്റതാണ് ഈ സാധനങ്ങൾ മൊത്തം. പുള്ളിക്ക് പിന്നെ പണം ഉണ്ടായതുകൊണ്ട് എന്തും പുള്ളി നേടും. എൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ ഒരു കൂലി വേലക്കാരനാണ്. ഞാൻ ഇറങ്ങിപ്പോയാലും എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. എനിക്ക് അല്ലാതെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വഴി കൂടെ സ്വീകരിച്ചേനെ. എനിക്കിപ്പം ഒരു നിവൃത്തിയോ ഒരു മാർഗ്ഗങ്ങളോ എനിക്ക് കിട്ടുന്നില്ല. പണി ചെയ്യാൻ പോലും എനിക്ക് സാധനമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടില്ല. എനിക്ക് ഈ സാധനം എനിക്ക് നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം. ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഒരു തീരുമാനം കണ്ടെത്തി എനിക്ക് ഉടനെ തന്നെ ഒരു തീരുമാനം എനിക്ക് സംവിധാനം ഒപ്പിച്ച് തന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഇത് CIക്ക് കൊടുത്ത പരാതിയായത്. ഇത് ഞാൻ SP-ക്ക് കൊടുത്ത പരാതി ഇത്. പിന്നെ കോപ്പിയാണിത് ഞാൻ പരാതി കൊടുത്തതിൻ്റെ. എനിക്കൊരു നീതി ലഭിക്കണം. അതിന് സർക്കാർ എനിക്ക് സഹായിക്കണം.